ഇന്ന് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിന്നൊരു മീൻ കിട്ടിയിട്ടുണ്ട്. എന്തോ മീനാണെന്ന് ചോദിച്ചാൽ ബ്ലാങ്ക് എന്നാണ് അത് പറയുന്നത്. കടൽ ബ്ലാങ്ക്. അത് കായലും കിട്ടുന്ന മീനാണ്. പക്ഷേ കുളത്തിൽ നിന്നൊക്കെ നമുക്ക് വളർത്തുന്ന മീനാണ്. പക്ഷേ അത് നമ്മുടെ കടലിൽ നിന്ന് കിട്ടുന്ന ബ്ലാങ്ക് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് നമുക്ക് കറി വെക്കുകയും ചെയ്യാം, വറുക്കുകയും ചെയ്യാം. പക്ഷേ കറി വെക്കുന്നതിനെ കൂടുതൽ അത് വറുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കാണുമ്പോൾ നമുക്ക് വലിയ ഇമ്പ്രഷനൊന്നും ഉണ്ടാകത്തില്ലെങ്കിൽ നമ്മുടെ വാള പോലെ നല്ല നീണ്ടൊരു മീനാണ്. അതിൻ്റെ തൊലിയൊന്നും നമ്മൾ കളയണ്ട, നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്താൽ മതി. വറുത്ത് കഴിഞ്ഞാൽ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് അതൊന്ന് വറുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. മീനെല്ലാം നമ്മൾ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല. നന്നായിട്ട് നമ്മൾ ഉരച്ച് കഴുകി എടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ നല്ല മാംസമുള്ള മീനാണ് കേട്ടോ. തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല, അതിനകത്ത് നല്ലോണം കൊഴുപ്പുണ്ട്. ഇതിൽ മീൻ ഏറ്റവും നല്ലത് വറുക്കാനാണ് കേട്ടോ. നമ്മളിന്നത് വറുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കാശ്മീരി ചില്ലിയും സാധാ മുളക് പൊടിയും കൂടെ പൊടിച്ചതാണ്. നമുക്കിതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഫ്രഷായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കുരുമുളകാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂൺ കുരുമുളക് ഉണ്ടാകും കേട്ടോ. പൊടിയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇത്രത്തോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതാണ്. പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഇന്ദുപ്പാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. അത് ഒരുപാടൊന്നും വേണ്ട. ഞാൻ ഈ ഒരു ടീസ്പൂൺ നിറയെ ഞാൻ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ആ മീനിൽ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, വറക്കാനല്ലേ. കോൺഫ്ലോർ ഒരുപാടായാലും ആ മീനിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് അല്പം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് നന്നായിട്ട് മിക്സ് ആക്കണം. എല്ലാ മീനിൻ്റെ കഷ്ണങ്ങളിലും ഈ മസാല നന്നായിട്ടൊന്ന് പിടിക്കണം. എണ്ണ വേണമെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഡ്രൈ ആണെന്ന് തോന്നിയാൽ നമുക്ക് കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കാം. മീനിൽ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഈ മസാലയൊക്കെ മീനിൽ പിടിക്കാനായിട്ടൊരു സമയം നമ്മൾ കൊടുക്കണം. ഒരു മിനിമം ഒരു 15 മിനിറ്റ്. ഇപ്പം നമുക്കൊരു 15 മുതൽ അരമണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് വറുക്കാം. ഇനി നമുക്ക് ആ മീനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ മീൻ നമ്മൾ ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കേണ്ട കാര്യമില്ല. നല്ല നെയ്യുള്ള മീനാണല്ലോ. അപ്പം അധികം എണ്ണയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത്രയും മതിയാവും. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂറോളം ഇരുന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് അതിനകത്തുനിന്ന് പിടിച്ചിട്ടുണ്ടാവും. ഒരു സൈഡൊക്കെ ഏകദേശം ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് ഡ്രൈ ആയിപ്പോലെ നമ്മുടെ മീൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോകും. കണ്ടോ, ഈ ഒരു പരുവത്തിൽ മതിയാവും. എല്ലാ മീനും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. കണ്ടോ, എല്ലാം നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഈ വശമെങ്കിലും നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാടൊക്കെ കഴിക്കേണ്ട. അപ്പോൾ ആ മീനിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. എപ്പോഴും ഫ്രൈയൊക്കെ നമ്മളിങ്ങനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ നന്നായിട്ട് ആ ഒരു മീനൊക്കെ വെന്ത് കിട്ടും. നല്ലൊരു ആ മീനിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഇത്രയും മതിയാവും. നമുക്ക് ഈ മീനൊക്കെ ഒന്ന് കോരിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. വറുത്തെടുത്ത മീനെല്ലാം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി മീനും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ബാക്കി മീനുകളും കൂടി അതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഒരു വശം നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഒരുപാട് കരിഞ്ഞു പോകാതെ എടുത്താൽ നമുക്ക് ആ മീനിൻ്റെ അതേ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. കണ്ടോ, എല്ലാ മീനും നമുക്ക് ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. വറുത്തെടുത്തപ്പോൾ ഇതിനേക്കാളും മീനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ശ്രീഹരി അപ്പും കൂടെ വന്ന് പറക്കിക്കൊണ്ട് പോയി കഴിച്ചതാണ്. അല്ലാതെ കഴിച്ചതിൽ കുറവ് വന്നില്ല, അവന്മാർ മൊത്തം പറക്കിക്കൊണ്ട് പോയി. കുറച്ചെങ്കിലും ഞാൻ ഓടിച്ചു വിട്ടതാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇതെങ്കിലും വീഡിയോ എടുക്കാൻ കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ ഫിഷ് ഫ്രൈയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ മീനൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് വറുത്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.